ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, എൻഡ്ലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. Three of Pentacles, Knight of Wands, Nine of Wands, Hanged Man, Strength, Queen of Swords, Five of Pentacles, Ten of Pentacles, King of Wands. ബോട്ടം വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ആരുടെയെങ്കിലും വിവാഹത്തിന് പോകാം, അല്ലെങ്കിൽ പാർട്ടികൾ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. കുട്ടികളുടെ ജനനമാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ പേരിടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊന്ന് സന്തോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അഥവാ ആർക്കെങ്കിലും പുതിയ ജോലി കിട്ടി, ഇനി പുതിയൊരു വാഹനം വാങ്ങിച്ചു, അതിലൊക്കെയും സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു. ജോലിയിൽ ഒരു പ്രമോഷൻ കിട്ടാം, കാത്തിരുന്ന ജോലി കിട്ടാം, കാത്തിരുന്ന വിസ കിട്ടാം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇന്നിവിടെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയും എന്താണ്, സന്തോഷിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളുടെ അസുഖങ്ങളിൽ നിന്നും ഭേദമാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഭേദം വരും, അതിനൊരു മാറ്റം വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഭേദപ്പെട്ട് കിട്ടുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യം ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, അതുപോലെ നിങ്ങളെ ഒത്തിരി പേർ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഹീലിംഗ് പവറുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന സമയമാണ്. ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത്, വെൽത്ത് ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉയരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ്, മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കുന്ന ഒരു സൗന്ദര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്റ്റാർ വന്നിരിക്കുന്നു, അതാണ് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു താരമായിട്ട് തിളങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായോ? പലർക്കും അങ്ങനെ ഒരു സാഹചര്യം ലഭിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങാനും ഇവിടെ അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. 2 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പല കാര്യങ്ങളിലും കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ്.
തീരുമാനം ശരിയായ രീതിയിൽ എടുക്കാൻ കഴിയുന്നില്ല, റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. മനസ്സിലായി? ഇല്യൂഷനിൽ പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതിനൊരു തീരുമാനം തൽക്കാലം എടുക്കാൻ കഴിയുന്നില്ല. മനസ്സ് കുഴങ്ങിയിരിക്കുന്നു. കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ എന്ത് കാര്യത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കൂടി ചേർന്ന് സാമ്പത്തികപരമായ പ്രോഗ്രസിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം സമ്പത്തിൻ്റെതായ പ്രോഗ്രസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിൽ അതിന് ഫലം കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് മൈൻഡ്. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന എനർജി ആവണം ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പടയാളിയുടെ ആവേശമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വല്ലാത്ത ഒരു ആവേശത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സ് ഒരുപാട് കോൺഫിഡൻ്റ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു പല കാര്യങ്ങളിലും. അങ്ങനെ വരണം, മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ വന്നേ മതിയാകൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിവൈൻ ഗൈഡൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേടണമെങ്കിൽ, ഇങ്ങനെയാണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി നേടണമെങ്കിൽ, മനസ്സിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ്? കുറച്ച് കൂടുതലായിട്ട് കോൺഫിഡൻ്റ് ആയേ മതിയാവൂ. അല്ലാതെ മനസ്സ് തളർന്നിരിക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ശാരീരികമായിട്ട് നിങ്ങൾ അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്. 3 ഓഫ് പെന്റക്കിൾസിൽ നിങ്ങൾ ശാരീരികമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിനോടൊപ്പം തന്നെ എന്താണ് വേണ്ടത്? മനസ്സിന്റെ ശക്തി കൂടെ പ്രധാനമാണ്. അതാണ് ഇവിടെ ആവേശമുണ്ട്, ആവേശവുമുണ്ട്, കോൺഫിഡൻസും ഉണ്ട്. അപ്പൊ ഇതാണ് വേണ്ടത് ഇവിടെ. മനസ്സിലായി? നിങ്ങൾ ഈ പ്രയത്നിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരീരം കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നു, പക്ഷെ ഇവിടെ അതാണ് കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിന്റെ ശക്തി കൂടി പ്രധാനമാണ്. പവർഫുൾ ആകണം, മെന്റലി പവർഫുൾ ആവണം. മനസ്സിലായി? അല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യവും സാധ്യമാവുകയില്ല, സാധിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് നമ്മളിവിടെ പറയുന്നത്. മനസ്സിലായി? അപ്പൊ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്തുമ്പോഴാണ് നിങ്ങൾക്ക് വൈബ് ഉയരുന്നത്. നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഉയരും. അപ്പോഴും മനസ്സിനെ കൂടി പോസിറ്റീവായിട്ട് നിലനിർത്തുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരും. അപ്പോൾ അങ്ങനെ വൈബ്രേഷൻ ഉയരുമ്പോൾ നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരാൻ സാധിക്കും. യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവും. നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സ് നിറവേറ്റി തരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സക്സസിലേക്ക് മുന്നോട്ട് നീങ്ങാൻ ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും എന്താ കാത്തിരിപ്പാണ്? 9 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇവിടെ ഹൃദയം നിറഞ്ഞ ആ ഒരു വേദനയോടുകൂടി എന്തിനോ വേണ്ടി കാത്തിരിക്കുക. ഇവിടെ ഉണ്ട്, ആവേശമുണ്ട്, ആവേശം കത്തിക്കാളുന്നുണ്ട് ഇവിടെ. മനസ്സിലായി? നല്ലതുപോലെ ആകാംക്ഷയിലിരിക്കുന്നു, നല്ലതുപോലെ ആവേശമുണ്ട്, കോൺഫിഡൻസിൽ കുറവൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ കാത്തിരിക്കുന്ന കാര്യം വന്നു ചേരുമോ? ഇവിടെയും ഹാങ്ഡ് മാന്റെ എനർജിയാണ്. തലകീഴായി നിൽക്കുകയാണ്, തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. മനസ്സിലായോ? പക്ഷേ ഇവിടെ ഈ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെങ്ത് വളരെ കുറഞ്ഞിരിക്കുന്നു. സ്ട്രെങ്ത് ഇല്ല, പവർഫുള്ളായിട്ട് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇവിടെയോ ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നുണ്ട്. അത് വന്നു ചേരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തണം, മനസ്സിന്റെ വൈബ്രേഷൻ ഉയർത്തണം. അപ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ്, 8 ആണ് നമ്പർ, ഇൻഫിനിറ്റി സിമ്പൽ. കണ്ടില്ലേ? നിങ്ങളിലേക്ക് അനന്തമായ പ്രോസ്പെറിറ്റി വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ദൈവാനുഗ്രഹത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു. ആരും കണ്ടാൽ പേടിച്ചു പോകുന്ന ചില മൃഗങ്ങളെയൊക്കെ എന്താണ് കയ്യിലെടുക്കാനും അവരെ ഓമനിക്കാനുമുള്ള ആ ഒരു മനസ്സുണ്ടാവുന്നു. മെന്റലി അതുപോലെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പലരും പേടിച്ചു മാറും ചില ആനിമൽസിനെ ഒക്കെ കാണുമ്പോൾ. ഇവിടെ നിങ്ങൾക്കാണെങ്കിലോ അതിനെ അടുത്ത് ഇരുത്തി അതിനെ താലോലിക്കാൻ കഴിയുന്നു, അതിന് സ്നേഹം കൊടുക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്?
നിങ്ങൾ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടും മാത്രമാണ് അതിന് കഴിയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങളെ, ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നിവിടെ കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ക്വീൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയാണ്. അത് കണ്ടില്ലേ? ഇവിടെ കൂട്ടിലടയ്ക്കപ്പെട്ട നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൂട് തുറന്ന് പുറത്തേക്ക് പറന്നുയരാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഇതുവരെയും നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിച്ചിരുന്നില്ല. മറ്റു കാര്യങ്ങളിലും ഫ്രീഡം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അവിടെ നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്തു, മുന്നോട്ട് വന്നു, എനിക്ക് ഫ്രീഡം വേണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് വരാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ക്വീൻ ഓഫ് സോഡിന്റെ എനർജിയിലേക്ക് വരാൻ കഴിയുന്ന, കൂടുതലായിട്ട് പവർഫുൾ ആവാനും ഇൻഡിപെൻഡന്റ് ആവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ പലർക്കും ഇതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ കൂട് തുറന്ന് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുമോ അതുപോലെ നിങ്ങൾക്കും പലതരത്തിലുള്ള സ്വാതന്ത്ര്യം, ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാനും മറ്റു പലതരത്തിലുള്ള ഫ്രീഡം അനുഭവിക്കാനും സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാം. അവിടെ മറ്റു പലരും ഉപേക്ഷിക്കാം. അവിടെ പലരും ഉപേക്ഷിച്ച് പോകുമ്പോൾ, നഷ്ടങ്ങൾ ഒരുപാടുണ്ടാകുമ്പോൾ, അസുഖങ്ങൾ കൊണ്ട് ഒറ്റപ്പെടുമ്പോൾ ഒക്കെയും അവിടെ ഡിവൈൻ ഹാൻഡ്സ് നിങ്ങൾക്ക് തണലേകും. മനസ്സിലായോ? യൂണിവേഴ്സിന്റെ സഹായം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും അത് ഡിവൈനുമായിട്ട് കണക്ട് ആവാനുള്ള എനർജി മാത്രമാണെന്ന് വിശ്വസിച്ചാൽ മതി. സാമ്പത്തികമായ പരാധീനത വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലാവും. ആരും തന്ന് സഹായിക്കാൻ കാണില്ല. അങ്ങനെ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ കരങ്ങൾ എവിടെ നിന്നെങ്കിലും വരും നിങ്ങൾക്കൊരു സഹായമേകാൻ. മനസ്സിലായി? അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, മുന്നോട്ട് വന്നോളൂ എന്നുള്ളതാണ്. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിറഞ്ഞ സാമ്പത്തികത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ, നിങ്ങൾ യൂണിവേഴ്സിൽ ഒരു വിശ്വാസം കൊടുക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോർഗിവ്നെസ് പറഞ്ഞ് മുന്നോട്ട് വരിക. എല്ലായ്പ്പോഴും കിട്ടിയതിനൊക്കെയും നന്ദി, താങ്ക് യു, ഐ ലവ് യു, യൂണിവേഴ്സിനോട് പറയാം, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഇതൊക്കെ യൂണിവേഴ്സിനോട് പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഭിവൃദ്ധിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഒരു അഭിവൃദ്ധി മതി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരാനായിട്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉയർച്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചില സമയത്ത് ആൺമാനുകൾക്ക് കൊമ്പ് കിളിർത്ത് വരും. എന്താണ്? അതിന്റെ ഉയർച്ചയിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. ഒരു അഭിവൃദ്ധിയിലേക്ക് വരികയാണ്. പല കാര്യങ്ങളിലും ഒരു അഭിവൃദ്ധിയിലേക്ക് വരുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും, നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നിടത്താവാം ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകാം. നിങ്ങളുടെ ഓഫീസിലൊക്കെ, നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു എനർജിയിലേക്ക് വരാനും ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അത്രമാത്രം നല്ല ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുറച്ച് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കിയാലോ. ഇന്നത്തെ ദിവസം എന്ത് ഭാഗ്യമാണ് വരാൻ പോകുന്നത് നോക്കാം. ഓൾഡർ മാൻ വന്നിട്ടുണ്ട്. ബൗള് വന്നിരിക്കുന്നു. സ്റ്റോർക്ക്, ബിയർ, മൗണ്ടൻ.
നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു എന്തെങ്കിലും കാര്യത്തിലുള്ള ഡീലിങ്സോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ ഒരു ഓൾഡർ മാനുമായിട്ട് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പ്രായമായ ഒരു വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ഒന്ന് മുന്നോട്ട് പോകാൻ, അതും ഇല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചിലപ്പോൾ സാമ്പത്തിക ഇടപാടുകളാവാം, എന്തെങ്കിലും ഒരു ഇടപാടുകൾ നടത്താനുള്ള സാധ്യത ഇന്ന് ഉണ്ടാകുന്നു. പ്ലെന്റി ഓഫ് മെറ്റീരിയൽ തിങ്സ്, നിങ്ങൾക്ക് ഒരുപാട് എന്താണ് ഭൗതികപരമായ ഒത്തിരി സന്തോഷത്തിനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് സംഭാവന തരാം, എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ചു തരാം, അതുമല്ല എങ്കിൽ നിങ്ങൾക്കത് സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു സമൃദ്ധി ഉണ്ടാകുന്നു. സ്റ്റോർക്കാണ് വന്നിരിക്കുന്നത്. ന്യൂസ് ഓഫ് എ ബർത്ത് ഓർ എ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ട് ഏറ്റവും നല്ലൊരു എനർജിയാണത്. പുതിയൊരു കാര്യം എന്തോ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വരുന്നുണ്ട്. അതുമല്ല എങ്കിൽ ബിസിനസ്സിന്റെ ഏതെങ്കിലും ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത. നമ്മളത് ഇവിടെ മറ്റു ടാരോ കാർഡ്സ് കണ്ടപ്പോഴും പറഞ്ഞതാണല്ലോ, അത് റീഡ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞതാണ് എന്തൊക്കെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, എന്തൊക്കെ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയോ ഡേഞ്ചർ എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ്. പിന്നെ ഒരു കാര്യം ഒന്ന് സൂക്ഷിക്കണം, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് പോകും. ആരെങ്കിലും ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് വന്ന് നിങ്ങളോട് സാമ്പത്തികം ചോദിക്കുക, കരഞ്ഞുകൊണ്ട് വന്ന് ചോദിക്കുക, ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ പാട്ടിലാക്കാൻ വേണ്ടി നിങ്ങളോട് അടുത്തുകൂടാ. അതുകൊണ്ട് ഇന്ന് ആർക്കും പൈസ കൊടുത്ത് സഹായിക്കാൻ പോകരുത്. കിട്ടുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മേജർ ചലഞ്ച് ടു ഓവർകം. നിങ്ങളുടെ ജീവിതത്തിൽ മൗണ്ടനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു, മറികടക്കാൻ സാധിക്കുന്നു. മനസ്സിലായോ? അപ്പൊ എന്ത് വലിയ പ്രശ്നമായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ദൈവാനുഗ്രഹമുള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് സക്സസ് ആണ്. അതിന് തൊട്ടടിയിൽ തൊട്ട് താഴെ വന്നിരിക്കുന്നത് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് ഉണ്ടല്ലേ. ഏറ്റവും നല്ല എനർജിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു, പല കാര്യങ്ങളിലും സക്സസ് നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടത്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, നല്ലതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.